ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ വ്യാപകമായ സംഘർഷം. പോലീസിന് നേരെ തുടരെ കല്ലേറ് നടന്നു. വലിയ സംഘർഷാവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. TS ഹരീഷിന്റെ വിവരങ്ങളുമായി. ഹരി, അങ്ങനെ പ്രവർത്തകർ വലിയ കൂട്ടം കൂടിയ അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. പിന്നെയും ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കൂട്ടം കൂടിയ അവസ്ഥയിലായിരുന്നു ആദ്യം. പക്ഷേ ഈ ടിയർ ഗ്യാസ് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ ചിന്നി ചിതറിയതാണ് പ്രതിഷേധക്കാരെല്ലാവരും. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നിയമസഭയിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് നിയമസഭയിലേക്ക് നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. ആദ്യം പോലീസ് ഈ മാർച്ച് അനുനയിപ്പിച്ച് വിടാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു പ്രതിഷേധക്കാരെ. പക്ഷേ പ്രതിഷേധക്കാർ ഒട്ടും വകവച്ചിരുന്നില്ല. പലതവണ 10 തവണയെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടാവും പ്രതിഷേധക്കാർക്ക് നേരെ. അതിനുശേഷവും അവർ പിരിഞ്ഞു പോകാതിരുന്നപ്പോൾ പോലീസിന് നേരെ കല്ലേറുണ്ടായി, കമ്പൊക്കെ വലിച്ചെറിഞ്ഞു പ്രവർത്തകർ. അതിനു പിന്നാലെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ അത് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലരെയും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. നിയമസഭ നടക്കുന്ന വേളയായതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് തന്നെയായിരിക്കും ഈ പ്രതിഷേധ മാർച്ചുകളും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുക. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും.